വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 PSC ചോദിച്ച ഭരണഘടനാ ചോദ്യങ്ങളാണ് ട്ടോ. നമ്മ ഒരു ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇന്നലെ വരെ നടന്ന എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ട SCRT പാഠങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എത്രാമത്തെ പട്ടികയാണ് ചോദിച്ചിരിക്കുന്നത്? 7ാമത്തെ പട്ടിക അല്ലെ? 7ാമത്തെ പട്ടികയിൽ എന്താണ് പറയുന്നത്? ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് അല്ലെ പറയുന്നത്. അധികാര വിഭജനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിക്കുന്നതാണ് 7ാം പട്ടിക എന്ന് പറയുന്നത്. കേന്ദ്രത്തിനും അതുപോലെ തന്നെ സംസ്ഥാനത്തിനും അല്ലെ, കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പരാമർശിക്കുന്ന പട്ടിക ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ പട്ടികയാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? എന്താണ്? ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ആനി ബെസന്റ് ആണ് അല്ലെ. ആനി ബെസന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി ആയിരുന്നു ഈ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതല്ല അല്ലെ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കുവാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനുള്ള അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ പറയുന്നത്. ആർട്ടിക്കിൾ ഏതാണ് വരുന്നത്? ഇതിന് ആർട്ടിക്കിൾ വരുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 29, 30 അല്ലെ. ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി മൗലിക അവകാശങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന പാർട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പാർട്ട് 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇനി ആർട്ടിക്കിൾസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? 12 മുതൽ 35 വരെയാണ്. 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലെ. 14 മുതൽ 18 വരെ സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 23, 24 ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നതാണ് 25 അല്ലെ. അതുപോലെ 29, 30 ന്യൂനപക്ഷം അങ്ങനെ വരുന്നത്, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങൾ വരുന്നത്. അതുപോലെ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിളും കൂടി വരുന്നത്. പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക അല്ലെ. ശ്രീലങ്കയിലാണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ആരായിരുന്നു ഏറ്റെടുത്തത്? ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരിച്ചപ്പോ? ബാസപ്പ ദാനപ്പ ജെട്ടി, BD ജെട്ടി അല്ലെ. BD ജെട്ടിയാണ്. അതായത് ബാസപ്പ ദാനപ്പ ജെട്ടിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത ആരാണ്? BD ജെട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥ്യം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം ഏതാണ്?
അനുച്ഛേദം 51(4) ട്ടോ. അനുച്ഛേദം 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? എന്നാ പറയുന്നത്? ഏത് ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്? രാജ്യസഭയുടെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, ലോകസഭയുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവർക്കൊക്കെയുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 97ലാണ് ഇവരുടെയൊക്കെ ശമ്പളം, ഭത്തയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം എന്ന് പറയുന്നുണ്ട്. അതാണ് തെറ്റ് വരുന്നത്. ഇതാണ് തെറ്റ് വരുന്നത് കേട്ടോ. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനായിരിക്കുവാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണ്. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെടുന്നതാണ്. സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ് ഗവർണറുടെ ശമ്പളവും ഭത്തയും. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം എന്താണ്? പാർലമെന്റ് നിയമം വഴിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ശരിയായത് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്, വിവരാവകാശ കമ്മീഷനിൽ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമ വിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ എന്നിവയ്ക്കാണ് വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്നത്. വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുന്ന ആരൊക്കെയാണ് പറഞ്ഞത്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരള വിവരാവകാശ കമ്മീഷണർ, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ വി ഹരി നായർ. ശ്രീ വി ഹരി നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10-നാണ്. ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആക്കിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആക്കിയത്? 21-ൽ നിന്നും 18 ആക്കിയത് ഏതാണ് ഭേദഗതി? 61-ാം ഭേദഗതി. 61-ാം ഭേദഗതി പ്രകാരമാണ് 1989-ലെ 61-ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കിയേ, ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയേണ്ട നമുക്കറിയാം ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയായുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23, 24 അറിയാം. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് മാറ്റിയില്ലേ, പാർട്ട് 12 300A നിയമ അവകാശമാക്കിയിട്ടാണ്. മൗലിക അവകാശമായിരുന്ന ഈ സ്വത്തവകാശത്തെ പാർട്ട് 12 300A നിയമാവകാശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25, 28 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് എന്ന് പറയുന്നുണ്ട്. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 19-ലാണ് അല്ലെ. ആർട്ടിക്കിൾ 19-ലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നതാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1993-ലെ
പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ്. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് അല്ലെ. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ തെറ്റാണ് നൽകിയിരിക്കുന്നത്. ഇനി എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. അപ്പൊ എന്താണ്? 1, 3 ഇവിടെ ശരിയായിട്ട് വന്നത് അല്ലെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-നാണ് അല്ലെ നിലവിൽ വന്നത്. എന്നാണ്? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12-നാണ്. അതും പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവരെയോ അതല്ലെങ്കിൽ ഏതാണ് നേരത്തുള്ളത് അതായിരിക്കും എന്ന് പറയുന്നതാണ് തെറ്റില്ലേ. ഇവിടെ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് വേണ്ടത്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത് നമുക്ക് നോക്കിയാൽ മൗലിക അവകാശങ്ങളാണ് തന്നിരിക്കുന്നത്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്നത് എന്തുമായിട്ട് ഏതാണ് വകുപ്പ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്ന വകുപ്പൊക്കെ ചോദിക്കാറുള്ളതാണ്. ഏതാണ്? വകുപ്പ് 17-ലാണ്. വകുപ്പ് 17-ലാണ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ പറയുന്നത്. ഇനി ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് വകുപ്പ് 21-ലാണ്. ആർട്ടിക്കിൾ 21-ലാണ് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് സ്വകാര്യതയെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ഏതാണ്? വകുപ്പ് 21 തന്നെയാണ്. ഇനി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മൾ നേരത്തെ തെറ്റുകയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് വകുപ്പ് 21A-ലാണ്. ആർട്ടിക്കിൾ 21A-ലാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഏതാണ്? വകുപ്പ് 32-നെയാണ് അല്ലെ. വകുപ്പ് 32-നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വകുപ്പ് 32 പ്രകാരം സുപ്രീം കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് കൂടി പഠിച്ചു വെക്കുക. അപ്പൊ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17-ആണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ പറയുന്നത് ഏതാണ്? 21A പറഞ്ഞു അല്ലെ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A-ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ 32-നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലിയാണ്. മലയാളി ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ HN ഗുൻസ്രു എന്ന് പറയുന്ന ആളും കൂടി ഇതിലെ അംഗമായിരുന്നു. 3 ആളുടെ ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസ്രു പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊതു സ്വഭാവമുള്ള ഒരു കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന് പറയുന്നത്? പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, അതായത് കടമ നിറവേറ്റുന്ന വീഴ്ച വരുത്താണെന്നുണ്ടെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മാൻഡമസ് ആണ് അല്ലെ. മാൻഡമസ് ആണ്. പൊതു സ്ഥാപനങ്ങളോട് കാണിക്കുന്നതാണ് അല്ലെ. പൊതു സ്ഥാപനങ്ങളോട് കാണിക്കുന്ന റിട്ടാണ് എന്ന് പറയുന്നത് മാൻഡമസ് എന്ന് പറയുന്നത്. കൽപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അല്ലെ. മാൻഡമസ് എന്നാണ് അർത്ഥം വരുന്നത് ആജ്ഞ, നാം കൽപ്പിക്കുന്ന അർത്ഥമൊക്കെയാണ് മാൻഡമസിന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആരാണ് ദേശീയ ഗീതം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? 8ാം പട്ടികയിലാണ് ഭാഷകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ നിലവിൽ എത്ര ഭാഷകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഭാഷകളാണ് അപ്പൊ ഉണ്ടായിരുന്നത്? എത്ര ഭാഷകളാണ്? 22 ഭാഷകളാണ് അല്ലെ. 22 ഭാഷകളാണ് അന്ന് ഉണ്ടായിരുന്നത്.
ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരുന്നല്ലോ അല്ലെ. അപ്പൊ ഏതാണ് രാജ്യസഭാ സീറ്റുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 9 സീറ്റുകളാണ് കേരളത്തിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മലയാളി ആരാണ്? സർദാർ കെ എം പണിക്കരായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആരാണ് എഴുതിയത്? ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ എഴുതിയതാണ്ടോ ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്ന ഗ്രന്ഥം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആരാണ് കർത്താവ്? അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. അപ്പൊ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾസ് ഒക്കെ നന്നായി പഠിച്ചിരിക്കാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. ഇനി സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറയുന്നത് 23, 24 വകുപ്പിലെയാണ് പറയേണ്ടത്. പിന്നെ ഇവിടെ പറയാത്ത നമ്മൾ പറഞ്ഞു, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് 32 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം പറഞ്ഞത്. അതുപോലെ തന്നെ 29, 30 നമ്മൾ എന്ത് പറഞ്ഞത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അത് രണ്ടും ഇതിൽ പറഞ്ഞിട്ടില്ല, ബാക്കിയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനെതിരായുള്ള അവകാശം 23 മുതൽ 24 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? എന്താണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കിയേ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അത് രണ്ടാണ് ശരി വരുന്നത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് പറയുന്നത്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് അല്ലെ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. അവിടെ 70 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് തെറ്റ് വരുന്നത്. അപ്പൊ വിവരാവകാശ നിയമവുമായി പഠിച്ചു വെക്കുന്നത് എന്താണ്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ. ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ആദ്യമായിട്ട് നിലവിൽ വന്ന ആന്ധ്രയാണ്. പോറ്റി ശ്രീരാമല അല്ലെ. നിരാഹാരം അനുസരിച്ചിട്ടാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്താണ്? ആരാണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? സുകുമാർ സെൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ആരാണ്? സുകുമാർ സെൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നതാണ് വന്ദേ മാതരമാണ്. അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നു? ആനന്ദമഠം അല്ലെ. ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ് തന്നിരിക്കുന്നതിൽ നോക്കി നോക്കിയേ.
അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു ഇവയെല്ലാം എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന അല്ലെ, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്ന് പറയുന്നതാണ് മൗലിക കടമയാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് മൗലിക കർത്തവ്യമാണ്. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ് മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അതുപോലെ ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ പതാകയും ദേശീയ ഗാന്ധിയും ആദരിക്കുന്നത് എന്നാണ് മൗലിക കർത്തവ്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. ശരിയാണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ചിട്ട് പരാമർശം ഉണ്ടായിരുന്നില്ല. 1976 42ാം ഭേദഗതിയിലൂടെയാണ് പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തത്. അതായത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. ആ സമയത്ത് മൗലിക ചുമതല ഉണ്ടായിരുന്നില്ല. എന്നാൽ 1976 42ാം ഭേദഗതിയിലൂടെ 10 മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് പറയുന്നുണ്ട് സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന്. അപ്പൊ സർക്കാരിയ കമ്മീഷൻ അല്ല, പകരം എന്താണ്? സൊരൺ സിംഗ് കമ്മിറ്റിയാണ്. സൊരൺ സിംഗ് കമ്മിറ്റിയാണ്. സൊരൺ സിംഗ് കമ്മിറ്റിയുടെ ചുമതല പ്രകാരം അല്ലെ, ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. അതുപോലെ തന്നെ 1976 42ാം ഭേദഗതിയിലൂടെ 10 മൗലിക ചുമതലകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലേ ഏത് ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കൂട്ടിച്ചേർത്തത്? 2002 86ാം ഭേദഗതിയിലെ 2002 86ാം ഭേദഗതിയിലൂടെ 2002 86ാം ഭേദഗതിയിലൂടെ എന്താണ് കൂട്ടിച്ചേർത്തത്? 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണെന്ന് പറയുന്നത് കൂട്ടിച്ചേർത്തത് 2002 86ാം ഭേദഗതിയിലൂടെയാണ്. അപ്പൊ നമ്മൾ 10 ചുമതലകൾ കണ്ടല്ലോ അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു ചുമതലകളെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ഈ 10 മൗലിക ചുമതലകൾ എന്ന് പറയുന്നത്? ഞാൻ ജസ്റ്റ് വായിച്ച് പറഞ്ഞു തരാം, ഒന്ന് കേട്ടിരിക്കാട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും ബഹുമാനിക്കുക, അനുസരിക്കുക, ആദരിക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലെ. കൂടാതെ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനത്തെ ആദരിക്കുക, സ്നേഹിക്കുക എന്നാണ് ഒന്നാമത്തെ വരുന്നത്. രണ്ടാമത്തെ എന്താണ് വരുന്നത്? ദേശീയ സ്വാതന്ത്ര്യത്തിന് ഉദയത്തിന് കാരണമായ ആദർശപരമായ ആശയങ്ങളെ ഓർമ്മിക്കുക, പിന്തുടരുക. ആശയങ്ങളെ ഓർമ്മിക്കുക, പിന്തുടരുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ക്വസ്റ്റ്യൻസ് മൗലിക ചുമതലകളിൽ പെടാത്ത എഴുതുന്നത്. അത് കാരണമാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക എന്ന് എന്താണ്? മൗലിക ചുമതലയാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. എന്താണ്? സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. വനം, നദി, തടാകം തുടങ്ങിയ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക. സഹജീവികളോട് കരുണ കാട്ടുക.
നെക്സ്റ്റ് നമ്മൾ കണ്ടല്ലോ ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുക, സംരക്ഷിക്കുക ചെയ്യുക. അതുപോലെ തന്നെ പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക. പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക, ആക്രമത്തിനെയും ഹിംസാവൃത്തികളെയൊക്കെ എതിർക്കുക. വ്യക്തിത്വത്തിന്റെ എല്ലാ വിധത്തിലുള്ള നല്ല കഴിവുകൾക്കും മൂർച്ച കൂട്ടുക. അതുവഴി രാഷ്ട്രത്തിന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കുക. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റത്തെ എന്താണ്? 6 മുതൽ 14 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 11 മൗലിക ചുമതലകൾ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എഴുതിയത് ദേശീയ ഗീതം. ശരിയാണല്ലേ? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എഴുതിയത്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടതല്ല അല്ലെ? ഹിന്ദി ഭാഷയിലല്ല. നെക്സ്റ്റ്, ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. അതും ശരിയാണ്. അപ്പൊ 1, 3 ആണ് ശരി വരേണ്ടത്. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ടതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഏത് ഭാഷയിലാണ് ദേശീയ ഗീതം ഗാനൊക്കെ എന്താണ്? ബംഗാളി ഭാഷയിലാണ് അല്ലെ? ബംഗാളി ഭാഷയിലാണ്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നോക്കി നോക്കിയാൽ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. നമ്മൾ കണ്ടല്ലോ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 1993 ഡിസംബർ 10-നാണ് ആദ്യത്തെ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത് അല്ലെ? അപ്പൊ അതാണ് തെറ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണെന്ന് പറയുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണെന്ന് പറയുന്നതും ശരിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ തെറ്റ് 1, 3, 4 ശരിയാണ് വരുന്നത്. 1, 3, 4 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? നോക്കി ജസ്റ്റ് വായിച്ചാൽ തന്നെ കിട്ടും. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മത സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും സ്ഥാവരം ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുള്ള അവകാശം, ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിനും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ വരുന്നതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നടത്തുന്നതിനുള്ള അവകാശം. ന്യൂനപക്ഷങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ 29, 30-ലാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്ത ഏതാണ് വരുന്നത്? 4-ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടതിൽ നോക്കിയ വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ശരിയാണല്ലേ? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. അതും ശരിയാണല്ലോ. 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. 1, 2, 3 ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12-ന് നിലവിൽ വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാട്, ചേലക്കരയിലാണ് 2024 ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? ലോക്സഭാ സീറ്റാണ്. നമ്മൾ നേരത്തെ രാജ്യസഭാ സീറ്റ് 9 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്സഭാ സീറ്റ് എത്രയാണ്? 20-ആണ്. രാജ്യസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് യൂസ് ചെയ്ത ഭരണഘടനാ ഭേദഗതി. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും 2025 മാത്രം ചോദ്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91-ാം ഭേദഗതി. 91-ാം ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്.
തെറ്റാണ് വരുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു സ്ഥിരം സഭയാണ്, ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, അതും ശരിയാണ്. ധനബിൽ ആരംഭിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല അല്ലെ. മണിബിൽ എന്ന് പറയുന്നത് ലോകസഭയ്ക്കാണ് അത് ആരംഭിക്കുവാനുള്ള അധികാരമുള്ളത്. അപ്പൊ രാജ്യസഭയ്ക്കില്ല, അതും ശരിയാണ്. 2, 3, 4 എന്നിവയാണ് ശരി വരുന്നത്. സി ആണ് ആൻസർ വരുന്നത്. 2, 3, 4 ആണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പി.കെ. തുങ്കൻ കമ്മിറ്റി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏത്? 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏത്? 4-ാം അധ്യായത്തിൽ ഏതാണ് വരുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അല്ലേ വരുന്നത്. അപ്പൊ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ് നോക്കി നോക്കിയേ. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏകീകൃത സിവിൽ നിയമം, അതൊക്കെ എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നവയാണ് അല്ലെ, 4-ാം അധ്യായത്തിൽ വരുന്നവയാണ്. സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളിൽ, മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ വരുന്നതാണ്. പൊതു തൊഴിൽ തുല്യ അവസരം എന്ന് പറയുന്നുണ്ട്, തുല്യ അവസരം എന്ന് പറയുന്നത് അങ്ങനെ വരുന്നതാണ്. അപ്പൊ നമുക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം, ഏകീകൃത സിവിൽ നിയമം എന്ന് പറയുന്നത് എന്താണ്? 4-ാം അധ്യായത്തിൽ പെടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് 4-ാം അധ്യായത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3, 4 പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകൾ പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഏതാണ്? സി വിജിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുപടി ചേരാതെ പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം എന്ന് പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധം ആണവോർജം വരുന്നത്, ശരിയാണ്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനം വരുന്നുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനം വരുന്നുണ്ട്, ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിൽ മദ്യനിയന്ത്രണം ബാങ്കിങ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് തെറ്റി വരുന്നത് അല്ലെ. നമുക്ക് ശരിയായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി വരുന്നത്? 1ഉം 2ഉം മാത്രമാണ് ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ആരാണ്? കിരൺ റിജിജു. നെക്സ്റ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്, നോക്കി നോക്കിയാൽ. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്, ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അതും ശരിയാണ്. 2, 3 ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, അഴിമതി നിയന്ത്രിക്കുന്നതിന്, അതുപോലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനൊക്കെ എന്താണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ വരുന്നതാണ് അല്ലെ. അതായത് എല്ലാം ശരിയാണ് ആൻസർ വരുന്നത് കേട്ടോ, എല്ലാം ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2-നാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. നെക്സ്റ്റ്, കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ഇപ്പോ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവഹിച്ചിരിക്കുന്ന ആരെയാണ്? 2012 പ്രകാരം കുട്ടിയായി നിർവഹിച്ചിരിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർ. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയായിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടി ഇരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? എത്ര തവണയാണ് കൂടുന്നത്? 1 തവണയെങ്കിലും കൂടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 3 വർഷം. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായക. നെക്സ്റ്റ്, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കുന്നുണ്ടെന്നത് ശരിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച്
കാലകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകുക എന്ന് പറയുന്നത് ശരിയാണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക എന്ന് പറയുന്നത് ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറയുന്നതാണ് തെറ്റി വരുന്നത് കേട്ടോ. തെറ്റി വരുന്നത് ഡി ആണ്. 68 ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 6 അംഗങ്ങളാണ് ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? എത്രയാണ്? 150 പേര്. 150 പേര്.